എല്ലാവർക്കും നമസ്തേ. മുക്കുറ്റി നമ്മുടെ തൊടികളിൽ നിലത്തോട് ചേർന്ന് വളരുന്ന ഒരു ഔഷധ സസ്യം. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ബയോഫൈറ്റം സെൻസിറ്റിവം എന്നാണ്. സംസ്കൃതത്തിൽ അലമ്പുഴ, ജലപുഷ്പ, പീതപുഷ്പ, സാംസംഗ, കൃതഞ്ജലി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ഈർപ്പമുള്ള പ്രദേശങ്ങളിൽ ഇത് ധാരാളമായി വളരുന്നു. പ്രത്യേകിച്ച് ഗന്ധമോ രുചിയോ ഒന്നുമില്ലാത്ത ഒരു ഔഷധ സസ്യം. സിദ്ധവൈദ്യത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ്. ആയുർവേദ പ്രകാരം ശരീരത്തിലെ വാതപിത്ത കഫദോഷങ്ങൾ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. ഉറക്കമില്ലായ്മ, നെഞ്ചെരിച്ചിൽ, വീക്കം എന്നിവയുടെ ചികിത്സയ്ക്കും മുക്കുറ്റി ഉപയോഗിക്കാറുണ്ട്. ഇതിന് പുറമെ വിഷചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന ഒന്നാണിത്. കടുന്നൽ, പഴുതാര എന്നിവ കടിച്ചാൽ ആ കടിയേറ്റ ഭാഗത്ത് ഇതിൻ്റെ ഇല അരച്ച് പുരട്ടാറുണ്ട്. ഇതിനും ശരീരത്തിന് പ്രതിരോധശേഷി നൽകാനുള്ള കഴിവുണ്ട്. ഹോർമോണിനെ ബാലൻസ് ചെയ്യാനും സാധിക്കും. മുക്കുറ്റിയിട്ട് എണ്ണ കാച്ചി ഉപയോഗിക്കുന്നത് അലർജി, ആസ്മ എന്നിവയ്ക്കുള്ള ഒരു പരിഹാരം കൂടിയാണ്. കൂടാതെ ശരീരത്തിൽ നിന്ന് ടോക്സിനെ നീക്കം ചെയ്യാനും കഴിയും. സിദ്ധവൈദ്യത്തിൽ സാധാരണയായി മുക്കൂറ്റി ലേഹ്യം, മുക്കൂറ്റി രസായനം എന്നിവയൊക്കെ തയ്യാറാക്കാറുണ്ട്. മുക്കുറ്റി അകത്തേക്ക് കഴിക്കുന്നത് മൂലം നമ്മുടെ സ്കിൻ ഗ്ലോ ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ ചർമ്മരോഗങ്ങളുടെ ചികിത്സയ്ക്ക് മുക്കൂറ്റി അധികം ഉപയോഗിക്കാറുണ്ട്. തൊട്ടാവാടിയെപ്പോലെ തന്നെ ഇവളും ഒരു നാണക്കാരി തന്നെ. കൈകൊണ്ടൊന്ന് സ്പർശിച്ചാൽ സൂക്ഷ്മമായി നോക്കിയാൽ കാണാം, രണ്ടു വശത്തെയും ഇലകൾ ഒന്നായി ഇങ്ങനെ കൂമ്പി നിൽക്കുന്നത് പോലെ കാണാൻ സാധിക്കും. മുക്കുറ്റി സമൂലം ഔഷധ ഗുണമുള്ളതാണെങ്കിൽ പോലും ഓരോ യോഗവിധി, ഓരോ അസുഖങ്ങൾക്ക് അതിൻ്റെ ഇല, പുഷ്പം, വേര് എന്നിവ സെപ്പറേറ്റായിട്ട് ഉപയോഗിക്കുന്ന രീതിയുണ്ട്. വയറിളക്കത്തിന് ഇതിൻ്റെ ഇല അരച്ച് മോരിൽ കലക്കി കുടിക്കാറുണ്ട്. ദശപുഷ്പങ്ങളിലെയും അത്തപ്പൂക്കളത്തിലെയും ഒരു പ്രധാനി തന്നെ. കൂടാതെ ധനുമാസത്തിലെ തിരുവാതിരയിൽ കേരളീയ സ്ത്രീകൾ മുടിയിൽ ചൂടുന്ന ഒരു പതിവും കൂടിയുണ്ട്. കവികൾ മുക്കൂറ്റിയെ കേരളീയ ഗ്രാമീണതയുടെ ബിംബമായി കണക്കാക്കാറുണ്ട്. ഇത്രയും ഔഷധമൂല്യമുള്ള ഈ ഔഷധ സസ്യത്തിന് നമ്മുടെ വീടുകളിൽ ഒരു പ്രത്യേക സ്ഥാനം തന്നെ കൊടുക്കണ്ടേ? എല്ലാവർക്കും നമസ്തേ.